കായംകുളത്തെ CPM വിഭാഗീയതയിൽ നടപടി. N. ശിവദാസനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭയടക്കം 4 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി. ജില്ലാ സെക്രട്ടറിയായി R. നാസർ തുടരും. പാർട്ടിയിൽ നിന്ന് അകന്നുപോയവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് R. നാസർ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടി വളരെ ഗൗരവത്തോടുകൂടി ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും ഞങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് വലിയ രൂപത്തിലേക്കുള്ള മുന്നേറ്റം നടത്താനും അത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉജ്ജ്വലമായ വിജയത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യം എത്തും. നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മഹാഭൂരിപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം വീണ്ടും വിജയിച്ചു വരുന്നതിനും കൂടെ നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഞങ്ങൾ നീങ്ങുന്നത്. യു ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, വിഭാഗീയതയിലെ നടപടി N. ശിവദാസനിൽ മാത്രം ഒതുങ്ങിയോ? ആരൊക്കെയാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട പുതുമുഖങ്ങൾ? ദിവ്യ, 3 ദിവസം നീണ്ട ജില്ലാ സമ്മേളനം മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും സജീവ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായപ്പോൾ പലതരത്തിലുള്ള രൂക്ഷ വിമർശനം ഒഴിവായി നിന്ന് എങ്കിലും ജില്ലയിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളുടെയും പരിഹാരങ്ങളിലേക്ക് കടക്കുന്ന ചില സൂചനകൾ നൽകിക്കൊണ്ടാണ് ഈ സമ്മേളനം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്നതാണ്. കാരണം പലതരത്തിൽ പല ഏരിയകളിൽ നിലനിന്നിരുന്ന വിഭാഗീയ പ്രവർത്തനങ്ങൾ അമർച്ച ചെയ്യുക എന്നതാണ്. വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് പരാതി ലഭിച്ച N. ശിവദാസനെ കായംകുളം നിന്നുണ്ടായിരുന്ന ജില്ലാ കമ്മിറ്റി അംഗം അദ്ദേഹത്തെ ഒഴിവാക്കി. അതോടൊപ്പം തന്നെ P. അരവിന്ദാക്ഷൻ മുൻ ഏരിയ സെക്രട്ടറി കൂടിയായിരുന്ന അദ്ദേഹത്തെയും ജില്ലാ സമിതിയിൽ നിന്നും ഒഴിവാക്കി. ഇപ്പോൾ യു പ്രതിഭ അടക്കം 4 പുതുമുഖങ്ങളാണ് എത്തിയിട്ടുള്ളത്. യു പ്രതിഭയ്ക്ക് പുറമെ മാവേലിക്കര MLA MS അരുൺകുമാർ, അതോടൊപ്പം തന്നെ മാരാരിക്കുളം ഏരിയ സെക്രട്ടറി വിനോദ്, മറ്റ് ആലപ്പുഴ ഏരിയ സെക്രട്ടറി സുധീന്ദ്രൻ, ഈ 4 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ജില്ലാ കമ്മിറ്റിയാണ് ഇന്ന് നിലവിൽ വന്നിരിക്കുന്നത്. 46 അംഗ ജില്ലാ കമ്മിറ്റി 4 പുതുമുഖങ്ങൾ ഉൾപ്പെടുമ്പോൾ പ്രായാധിക്യം അടക്കം ഏതാണ്ട് 5-ലധികം ആളുകൾ പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. R. നാസറിനെ ജില്ലാ സെക്രട്ടറിയായി തുടരാൻ തീരുമാനിച്ചു എന്നതും ഈ സമ്മേളനത്തിന്റെ പ്രത്യേകതയാണ്. സമ്മേളനം തീരുമാനിച്ചതിൽ നിന്നും വളരെ നേരത്തെ തന്നെ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു ആശ്വാസത്തിലാണ് CPM ഉള്ളത്. കാരണം പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കും എന്ന് കരുതിയിരുന്നിടത്തുനിന്നാണ് ഏറെക്കുറെ സമവായത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നത്. കായംകുളം ഏരിയ സെക്രട്ടറിയായ B. അബിൻ ഷായെ സജീവ പരിഗണനയിൽ ഉണ്ടായിരുന്നെങ്കിലും എടുക്കാഞ്ഞത് ഒരു അസ്വസ്ഥയായി നിലനിൽക്കുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഒരു പക്ഷേ പൊട്ടിത്തെറിയായി വന്നാൽ അത്ഭുതമില്ല എന്ന് പറയേണ്ടി വരും. ഏതായാലും CPM ജില്ലാ സമ്മേളനം സമാപിക്കുമ്പോൾ ചില സൂചനകൾ നൽകിക്കൊണ്ടാണ്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, R. നാസർ ജില്ലാ സെക്രട്ടറി ആകുമ്പോഴും സജി ചെറിയാൻ്റെ ഭൂരിപക്ഷം ഉള്ള ഒരു ജില്ലാ കമ്മിറ്റിയാണ് നിലവിൽ വന്നിരിക്കുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം യു പ്രതിഭ അടക്കമുള്ള ആളുകൾ ഈ കമ്മിറ്റിയിലേക്ക് വന്നത് ആ സൂചനയാണ് നൽകുന്നതാണ്. പ്രതിഭയുടെ മകനടക്കമുള്ളവരുടെ കേസുകൾക്ക് ഉണ്ടായ സമയത്ത് സജി ചെറിയാനാണ് അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നത്. അതുകൊണ്ട് സജി ചെറിയാനിലേക്ക് ജില്ലാ കമ്മിറ്റി പോകുമ്പോഴും R. നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരുന്നു എന്ന പ്രത്യേകതയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് ഉള്ളത്. ശരി, യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത്.